ഹായ് വെൽക്കം ബാക്ക് ടു അബീസ് വിഷൻ. നമ്മുടെ മൊബൈൽ ഫോണിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രശ്നമാണ് ഫോൺ സ്റ്റോറേജ് ഫുൾ ആവുക എന്നുള്ളത്, അല്ലേ? എല്ലാവർക്കും ഉള്ള കംപ്ലൈൻ്റ് ആണ്. അത് തീർക്കാൻ വേണ്ടിയിട്ട് 2-3 വീഡിയോസ് ഞാൻ ഇതിന്റെ മുൻപ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഈ ഒരു വീഡിയോ കൂടി നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 100% നിങ്ങളുടെ ഫോണിലെ സ്റ്റോറേജ് പ്രശ്നം തീർക്കാൻ വേണ്ടി സാധിക്കും. പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കൃത്യമായിട്ട് കാണുക, എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അത് മനസ്സിലാവുള്ളൂ. മാത്രമല്ല, ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ 2-3 ലിങ്ക് കൂടി, അതായത് നമ്മുടെ ഫോണിലെ സ്റ്റോറേജ് പരിഹരിക്കുന്നുള്ള 2-3 മാർഗങ്ങൾ കൂടി ഞാൻ ആഡ് ചെയ്തിരുന്നുണ്ട്. അതുകൂടി നിങ്ങൾ കാണുക. നിങ്ങൾക്ക് 100% നിങ്ങളുടെ സ്റ്റോറേജ് പ്രശ്നം പരിഹരിക്കാൻ സാധിക്കും. അതിനു മുൻപ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താണ് കാണുന്നത്. സബ്സ്ക്രൈബ് ബട്ടണും തൊട്ടടുത്തുള്ള ലൈക്ക് ബട്ടണും പിന്നെ എല്ലാ ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്യാനും മറന്നു പോകരുത്. മൊബൈലിൽ ഹോം സ്ക്രീൻ നമ്മൾ ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം, നമ്മുടെ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുക. കൃത്യമായിട്ട് വീഡിയോ കാണുക. 100% നിങ്ങൾക്ക് നിങ്ങളുടെ സ്റ്റോറേജ് പ്രശ്നം പരിഹരിക്കാൻ സാധിക്കും. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഇവിടെ നമ്മൾ പ്ലേ സ്റ്റോറിൽ നമ്മൾ ടൈപ്പ് ചെയ്യേണ്ട ഒരു വേർഡ് പറഞ്ഞുതരാം. ഗൂഗിൾ ഫയൽസ് ആപ്പ് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ആപ്പാണ്. ഇത് ഡിഫോൾട്ട് ആയിട്ട് ഗൂഗിളിന്റെ തന്നെ ആയതുകൊണ്ട് നമുക്ക് യാതൊരു ടെൻഷനും അടിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് വിശ്വസിച്ചിട്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. ഇത് ഡിഫോൾട്ട് ആയിട്ട് തന്നെ ഉള്ളതാണ്. നമുക്ക് അപ്ഡേറ്റ് ഉണ്ടെങ്കിൽ ഒന്ന് അപ്ഡേറ്റ് ചെയ്യേണ്ടി വരും. ഇവിടെ ഗൂഗിൾ ഫയൽസ്, ഇവിടെ ഞാൻ ഓപ്പൺ കൊടുക്കുകയാണ്. ഇവിടെ ഓപ്പൺ കൊടുത്തു കഴിഞ്ഞാൽ ഗൂഗിൾ ഫയൽസ് ഓപ്പൺ ചെയ്തു. ഇവിടെ നമ്മുടെ ഫോണിൽ ഉണ്ടാവുന്ന എല്ലാവിധ വീഡിയോകൾ, അതുപോലെ തന്നെ ആപ്സ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ഇവിടെ വന്ന് കിടക്കുന്നുണ്ട്. നിങ്ങൾ കണ്ടില്ലേ? ഇവിടെ നമുക്ക് സ്റ്റോറേജ് മുകളിൽ കാണിക്കുന്നുണ്ട്. പിന്നെ റീസെന്റ് ആയിട്ടുള്ള ഫയലുകളൊക്കെ, ഇമേജുകൾ, വീഡിയോസ്, ഇതൊക്കെ നമുക്ക് ഇവിടെ കാണുന്നുണ്ട്. അതിൻ്റെ അടുത്ത് വാട്സപ്പ് ഇമേജസ് അതിൻ്റെ തൊട്ടടുത്ത് തന്നെ കാണിക്കുന്നുണ്ട്. ഇതൊന്നും നിങ്ങൾക്ക് ഫയൽ മാനേജറിലോ അല്ലെങ്കിൽ ഗാലറിയിലോ പോയിട്ട് ക്ലിയർ ആക്കിയത് കൊണ്ടൊന്നും ഒരു കാര്യവുമില്ല. ഇവിടെ കണ്ടില്ലേ? കാറ്റഗറൈസ് ആയിട്ട് തന്നെ നമുക്ക് ഡൗൺലോഡ്സിൽ വന്ന് കിടക്കുന്ന കാര്യങ്ങൾ കാണുന്നുണ്ട്. പിന്നെ ഇമേജസിൽ കാണിക്കുന്നുണ്ട്. കൃത്യമായിട്ട് കാണും. വീഡിയോസ്, പിന്നെ അതിൻ്റെ തൊട്ടടുത്തായിട്ട് ഓഡിയോ, ഇതിലൊക്കെ ഇത്രയും ഫയലുകൾ വന്ന് നിറഞ്ഞു കിടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ ഫോൺ ഇത്രയും അധികം സ്റ്റോറേജ് ഫുൾ ആവുന്നത്, ഹാങ് ആവുന്നത്, ബാറ്ററി ഡൗൺ ആവുന്നതിൻ്റെയൊക്കെ പ്രശ്നം. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, നമുക്ക് ഇതിൻ്റെ കൃത്യമായിട്ട് മനസ്സിലാക്കിയാൽ ആപ്സ് നോക്കുക. ഇൻസ്റ്റാൾഡ് ആപ്സ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ആപ്സിൽ ഇൻസ്റ്റാൾഡ് ആപ്സ് ആണ് ക്ലിക്ക് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്കിവിടെ കാണാം വാട്സപ്പ്, അങ്ങനെയുള്ള കുറേ ആപ്ലിക്കേഷൻസ് നമുക്കിവിടെ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന ആപ്ലിക്കേഷൻസ് ഒക്കെ നമുക്കിവിടെ കാണാം. അപ്പോൾ നമുക്ക് ഈ വാട്സപ്പ് നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അധികം ആളുടെ ഫോണിലും ഏറ്റവും കൂടുതൽ വന്ന് കിടക്കുക വാട്സപ്പിലാണ് വന്ന് കിടക്കുക. ആ വാട്സപ്പ് തന്നെ നമ്മളൊന്ന് ക്ലിയർ ആക്കിയാൽ മതി. ഇവിടെ സ്റ്റോറേജ് ആൻഡ് ക്യാഷ് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ കാണിക്കുന്നുണ്ട്. അതൊന്ന് ക്ലിക്ക് ചെയ്യാം. ഇവിടെ നമുക്ക് ക്ലിയർ സ്റ്റോറേജ് കാണിക്കുന്നുണ്ട്, ക്ലിയർ ക്യാഷ് കാണിക്കുന്നുണ്ട്. ഇതിൽ നമുക്ക് ആ ക്ലിയർ ക്യാഷെ മാത്രമായിട്ട് നമുക്കൊന്ന് ഒഴിവാക്കാം. വീഡിയോ സ്കിപ്പ് ചെയ്തത് അവസാനം വരെ കാണുക. ഇനിയും കുറേ പോയിന്റ്സുകളുണ്ട്. അത് മൊത്തമായാൽ മാത്രമേ നമുക്ക് 100% നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ നമുക്ക് ക്ലിയർ ക്യാഷെ കൊടുക്കാം. ഒരിക്കലും ക്ലിയർ സ്റ്റോറേജ് കൊടുക്കരുത്, ക്യാഷെ മാത്രം കൊടുക്കാം. ഇനി അത് കഴിഞ്ഞാൽ നമുക്ക് 100% നമുക്ക് നമ്മുടെ സ്റ്റോറേജ് കാലിയാക്കാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമുക്ക് നേരെ ഈ ഒരു ആപ്ലിക്കേഷൻസ്, വാട്സപ്പിലുള്ള പല അനാവശ്യമായിട്ടുള്ള വീഡിയോസ്, അതുപോലെ തന്നെ ഫോട്ടോസ്, അങ്ങനത്തെ പല കാര്യങ്ങളും ഉണ്ട്. അതാണ് സ്റ്റോറേജ് മുഴുവനായിട്ട് നമ്മുടെ അടുത്ത് കാലിയാക്കുന്നത്. ആദ്യത്തെ കാര്യം അതാണ്. പിന്നീടുള്ള പോയിന്റ്സ് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ അത് നമ്മൾ എന്താ ചെയ്യേണ്ടത്? വാട്സപ്പ് ഒന്ന് ഓപ്പൺ ചെയ്യാം. വാട്സപ്പ് ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് ആ 3 ഡോട്ട്സ് കാണുന്നുണ്ടല്ലോ, ആ 3 ഡോട്ട്സിൽ ഒന്ന് ക്ലിക്ക് ചെയ്യാം. അവിടെ താഴേക്ക് വന്നാൽ സെറ്റിംഗ്സ് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ഓപ്ഷൻ കാണാം. ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക. സെറ്റിംഗ്സ് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ഓപ്ഷൻ കാണാം. അവിടെ സ്റ്റോറേജ് ആൻഡ് ഡാറ്റ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. സ്റ്റോറേജ് ആൻഡ് ഡാറ്റ. ഇവിടെ നമുക്ക് മുകളിൽ കാണാം മാനേജ് സ്റ്റോറേജ്. കൃത്യമായിട്ട് മനസ്സിലാവുന്നില്ല? മാനേജ് സ്റ്റോറേജ് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ഓപ്ഷൻ കാണാം. ഇവിടെ ഞാൻ ദിവസവും ക്ലിയർ ആക്കിക്കൊണ്ടിരിക്കുന്നതാണ് എൻ്റെ ഫോണിൽ, അതുകൊണ്ടാണ് ഇത്രയും കുറവ്. നിങ്ങളുടെ നോക്കിക്കഴിഞ്ഞാൽ GB കണക്കിന് ഡാറ്റ അവിടെ വന്ന് കിടക്കും. അതിൻ്റെ താഴെയായിട്ട് നമുക്ക് കാണാം നമ്മൾ പേഴ്സണലായിട്ട് നമ്മൾ ചാറ്റ് ചെയ്തിരിക്കുന്ന ആളുകളുടെയൊക്കെ ചാനലുകൾ അല്ലെങ്കിൽ ചാറ്റ്സുകൾ കാണും. ഇത് കണ്ടില്ലേ? ഇതിൽ വന്ന് കിടക്കുന്ന അനാവശ്യമായിട്ടുള്ള ഫോട്ടോകൾ നമ്മൾ കാണുന്ന സമയത്ത് ഓട്ടോ ആയിട്ട് ഡൗൺലോഡ് ആയി പോകുന്നതും അല്ലാതെ വന്ന് നിൽക്കുന്നതും ഒക്കെയുള്ള ഫോട്ടോസ്. ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഇത് സെലക്ട് ഓൾ കൊടുത്തിട്ട് മുകളിൽ എന്ത് ചെയ്യുക? ഡിലീറ്റ് കൊടുക്കുക. സെലക്ട് ഓൾ കൊടുത്തിട്ട് ഡിലീറ്റ് കൊടുക്കുക. നമ്മളിങ്ങനെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഗൂഗിൾ ഫയൽസിൽ പോയിട്ട് നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾ ഓരോ ആപ്ലിക്കേഷൻസിലും കയറിയിട്ട് ഡിലീറ്റ് ചെയ്യുന്നത്. ഇനി നമുക്ക് അടുത്ത ഒരു ചാറ്റ്സ് നമ്മൾ ഓപ്പൺ ചെയ്തു. അതിലും നമ്മൾ കാണുന്നുണ്ട് ഇത്രയും അധികം അൺവാണ്ടഡ് ആയിട്ടുള്ള കുറേ ഇമേജസുകൾ കാണുന്നുണ്ട്. അതുപോലെ വീഡിയോസ് ഒക്കെ കാണുന്നുണ്ട്. നമ്മൾ എന്ത് ചെയ്യുക? ഇതൊക്കെ ഒന്ന് സെലക്ട് ഓൾ കൊടുത്തിട്ട് ഡിലീറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് അതിൻ്റെ സൈസ് മുകളിൽ കാണിക്കേണ്ട ഇത്രത്തോളം MB അല്ലെങ്കിൽ GB നമുക്ക് ലാഭിക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ അതുപോലെ നിങ്ങൾ ഇതേപോലുള്ള ചാറ്റുകളൊക്കെ നിങ്ങൾ ഓരോന്നും ഓപ്പൺ ചെയ്തിട്ട് എത്രത്തോളം ഇതിൽ ഡാറ്റ അനാവശ്യമായിട്ടുണ്ട് എന്നുള്ളത് നോക്കിയിട്ട് അതൊക്കെ വീഡിയോസ് ആണെങ്കിലും ഇമേജസ് ആണെങ്കിലും ഓഡിയോസ് ആണെങ്കിലും ഒക്കെ നമ്മൾ ഒഴിവാക്കുക. അതിനുശേഷം അഗൈൻ നമ്മൾ ഗൂഗിൾ ഫയൽസിലേക്ക് തന്നെ വന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക്
ഇവിടെയും കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം മുകളിലൊരു 3 ഡോട്ട്സ് കാണിക്കുന്നുണ്ട്. 3 ഡോട്ട്സ് അവിടെ നമുക്ക് കാണാം ക്ലീൻ എന്ന് പറഞ്ഞിരിക്കുന്ന ഓപ്ഷൻ കാണാം, പിന്നെ ട്രാഷ് എന്ന് പറഞ്ഞിരിക്കുന്ന ഓപ്ഷൻ കാണാം. അപ്പോൾ നമ്മൾ ക്ലീൻ എന്ന് പറഞ്ഞിരിക്കുന്ന ഓപ്ഷനിൽ നമുക്ക് കാണാം 29.59 GB ഓഫ് 32, അതായത് 32 GB 29ഓളം GB നമുക്ക് യൂസ്ഡ് ആണ്. ഇതുകൊണ്ട് നമ്മുടെ ഫോൺ മെമ്മറി ഫുള്ളായി കിടക്കുന്നത്. അപ്പം നമുക്ക് അതിൽ താഴെ കാറ്റഗറൈസ് ചെയ്ത് കാണിക്കുന്നുണ്ട് ഡിലീറ്റ് ഡ്യൂപ്ലിക്കേറ്റ്സ് എന്ന് പറഞ്ഞിട്ട്. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതൊന്നും ആരും പറഞ്ഞു തരാത്തൊരു കാര്യമാണ്. അതായത് നിങ്ങളുടെ ഫോണിൽ ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ട് ഫയലുകൾ നമ്മുടെ ഫോൺ തന്നെ ഓട്ടോ ആയിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, 2 എണ്ണം നമ്മൾ സെലക്ട് ചെയ്തു. പക്ഷേ 2 എണ്ണം സെലക്ട് ചെയ്യേണ്ടതെന്ന് പറയുന്നുണ്ട്, ഒന്ന് മാത്രം സെലക്ട്, അതായത് ഏതെങ്കിലും ഒരു ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ട് കാണിക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ അതുകൊണ്ടാണ് മുകളിൽ ഓൾ ഡ്യൂപ്ലിക്കേറ്റ്സ് എന്നുള്ളത് ടിക്ക് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഡിലീറ്റ് ചെയ്ത് ഒഴിവാക്കുക. ഓൾ ഡ്യൂപ്ലിക്കേറ്റ്സ് മാത്രം ഡിലീറ്റ് ചെയ്തിട്ട് ഒഴിവാക്കുക. ഇനി നിങ്ങൾക്ക് രണ്ടും വേണ്ടാന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. കൂടുതലും നിങ്ങൾക്ക് സ്റ്റോറേജ് ലാഭിക്കാൻ പറ്റും. ഡിലീറ്റ് ഡ്യൂപ്ലിക്കേറ്റ്സ് കഴിഞ്ഞിട്ടില്ല, ഇനിയുണ്ട്. അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണാം. ഇവിടെ കണ്ടില്ലേ ഡിലീറ്റ് ഓൾഡ് സ്ക്രീൻഷോട്ട്സ്. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ സ്ക്രീൻഷോട്ട് ആയിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്, പക്ഷേ ഗാലറിയിലൊന്നും പോയി നോക്കിയാൽ ചിലപ്പോൾ കണ്ടെന്ന് വരില്ല. പക്ഷെ അതൊക്കെ ഇവിടെ വന്ന് കിടക്കുന്നുണ്ട് ഗൂഗിൾ ഫയൽസിൽ. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾ തന്നെ ഞെട്ടിപ്പോൾ ഇത്രയധികം നമ്മൾ എത്രയോ വർഷങ്ങൾ മുൻപ് എടുത്ത ഫയലുകൾ വരെ ഇവിടെ വെറുതെ കിടക്കുകയാണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഇത് നമുക്ക് സെലക്ട് ഓൾ ഐറ്റംസ് കൊടുത്തിട്ട് അതൊന്ന് ടിക്ക് മാർക്ക് ചെയ്തിട്ട് ഡിലീറ്റ് ചെയ്യാം. ഡിലീറ്റ് ചെയ്താൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ട്രാഷിലേക്കാണ് പോകുന്നത്. ആ ട്രാഷിനെ കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അപ്പോൾ ഇത് മൊത്തം ഡിലീറ്റ് ചെയ്യാം. നിങ്ങൾക്ക് ഏതെങ്കിലും വേണ്ട എന്നുണ്ടെങ്കിൽ അത് മാത്രം ഒന്ന് അൺടിക്ക് ചെയ്തതിന് ശേഷം ഡിലീറ്റ് കൊടുത്താൽ മതി. അപ്പം നമ്മൾ അതും ചെയ്തു. അപ്പോൾ നമ്മൾ ഏകദേശം 100% ആവാൻ നിൽക്കുകയാണ്. ഇനി ബാക്ക് ചെയ്ത് കഴിഞ്ഞാൽ കഴിഞ്ഞിട്ടില്ല, ഇഷ്ടം പോലെ ഓപ്ഷൻസ് നമുക്ക് ചെയ്യാനുണ്ട്. ഇനി താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഡിലീറ്റ് ബ്ലറി ഫോട്ടോസ് കാണിക്കുന്നുണ്ട്. അതായത് ബ്ലർ ആയിട്ടുള്ള നമ്മൾ എടുത്തിരിക്കുന്ന നമ്മൾ ചില സമയത്ത് ഫോട്ടോസ് ഒക്കെ എടുക്കുന്ന സമയത്ത് ബ്ലർ ആയി കിടക്കുന്നതൊക്കെ ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഇതൊക്കെ എവിടേക്ക് പോയി കിടക്കുന്നുണ്ട്, നമ്മുടെ ഗൂഗിൾ ഫയൽസിലേക്ക് പോകുന്നത്. ഇതൊന്നും ആർക്കും അറിയാത്ത കാര്യങ്ങളാണ്. അപ്പോൾ ഇതൊക്കെ എന്ത് ചെയ്യുക, ഒന്ന് ടിക്ക് ചെയ്തതിന് ശേഷം ഡിലീറ്റ് ചെയ്ത് ഒഴിവാക്കുക ബ്ലറി ഫോട്ടോസ്. കഴിഞ്ഞിട്ടില്ല, ഇനിയും ഓപ്ഷൻ ഉണ്ട്. ഇത് കൃത്യമായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെയധികം GB നിങ്ങൾക്ക് സ്റ്റോറേജ് ലാഭിക്കാൻ വേണ്ടി സാധിക്കും. ഇവിടെ ഏതാ ഡ്യൂപ്ലിക്കേറ്റ് ഡിലീറ്റ് ലാർജ് ഫയൽസ്, വളരെ വലിയ ഫയലുകളൊക്കെ ആണെങ്കിൽ അത് നിങ്ങളൊന്ന് നോക്കി നോക്കുക. വളരെ വലിയ ഫയലുകളൊക്കെ ഇവിടെ വന്ന് കിടക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇതൊന്നും ഗാലറിയിൽ പോയാൽ വലിയ ഫയലാണെന്ന് നമുക്ക് മനസ്സിലാവില്ല. അപ്പം ഇവിടെ നമുക്ക് ഗൂഗിൾ ഫയൽസ് കാണിച്ചു തരുന്നുണ്ട് വലിയ ഫയലുകളാണ്, അത് ഒഴിവാക്കിക്കോളൂ എന്നുള്ളതാണെങ്കിൽ നമ്മൾ ഒഴിവാക്കുക. വേണ്ടാത്താണെങ്കിൽ ജസ്റ്റ് ഒന്ന് അൺടിക്ക് ചെയ്തിട്ട് ബാക്കിയുള്ളതെല്ലാം നിങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റും. കഴിഞ്ഞിട്ടില്ല, ഇനി ഇവിടെ കാണിക്കുന്നത് ഡിലീറ്റ് അൺയൂസ്ഡ് ആപ്സ് ആണ്. വളരെ ശ്രദ്ധിക്കുക, അൺയൂസ്ഡ് ആപ്സ് ആണ്. നിങ്ങൾ തീരെ ഉപയോഗിക്കാത്ത ആപ്പുകൾ വരെ നമുക്ക് ഗൂഗിൾ ഫയൽസ് നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. ഇവിടെ നമുക്ക് 2 ആപ്പുകൾ തീരെ യൂസ് ചെയ്യാതെ കിടക്കുകയാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അത് നമുക്ക് ഒഴിവാക്കാം. എന്തിനാ വെറുതെ അത് വെച്ചിരുന്നിട്ട് ഒരു കാര്യമില്ല, നമ്മുടെ സ്പേസ് വെറുതെ പോവുകയാണ്. അപ്പോൾ നമുക്ക് അത് രണ്ടും ടിക്ക് ചെയ്ത് നമ്മൾ ഒഴിവാക്കി. ഇനി ഏതെങ്കിലും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് മാത്രം അവിടെ അൺടിക്ക് ചെയ്തിട്ട് അങ്ങനെയും ചെയ്യാം. കഴിഞ്ഞിട്ടില്ല, ഇനിയും ഓപ്ഷൻ ഉണ്ട്. ഇനി നമുക്ക് അടുത്തായി നമ്മൾ ചെയ്യേണ്ടത്, ഇത് നമുക്ക് 2 ആപ്സ് നമുക്ക് അൺഇൻസ്റ്റാൾ ചെയ്തു. ഏകദേശം 104 MB നമുക്ക് അതൊന്ന് ലാഭിക്കാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ ഡിലീറ്റ് ഡൗൺലോഡഡ് ഫയൽസ്. ഇപ്പോൾ നമ്മൾ പല ഫയൽസും ഡൗൺലോഡ് ചെയ്ത് വെക്കാറുണ്ട്. ഈ ഡൗൺലോഡ് ചെയ്ത് വെച്ച ഫയലുകളൊന്നും നമ്മൾ സെർച്ച് ചെയ്ത് നോക്കാറൊന്നുമില്ല. പക്ഷേ ഇവിടെ നമുക്ക് ഗൂഗിൾ ഫയൽസ് കൃത്യമായിട്ട് കാണിച്ചു തരുന്നുണ്ട് നമ്മൾ ഡൗൺലോഡ് ചെയ്ത ഫയലുകൾ. ഇത്രയും ഐറ്റംസ് ഇവിടെ വന്ന് കിടക്കുകയാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇതിൽ വേണ്ടത് മാത്രം ഒന്ന് അവിടെ അൺടിക്ക് ചെയ്യാം. ബാക്കിയെല്ലാം സെലക്ട് ഓൾ ഐറ്റംസ്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് സെലക്ട് ഓൾ ഐറ്റംസ് കൊടുക്കുക. എന്നിട്ട് ഒന്ന് താഴേക്ക് സ്ക്രോൾ ഡൗൺ ചെയ്ത് നോക്കിയിട്ട് വേണ്ടാത്തതാണെങ്കിലൊക്കെ അത് ഡിലീറ്റ് ചെയ്ത് ഒഴിവാക്കാം. ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല പോലെ ലാഭിക്കാൻ പറ്റും. പിന്നെ ഇവിടെ നമ്മൾ ട്രാഷ് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ഓപ്ഷൻ കാണിക്കുന്നുണ്ട്. ആ ട്രാഷിൽ ഇപ്പോൾ നമുക്ക് 2.something GB ഇവിടെ കാണിക്കുന്നുണ്ട്. കണ്ടില്ലേ, ഇത്രയും നമുക്ക് ഇവിടെ തന്നെ നമുക്ക് ലാഭിക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ നമുക്ക് 30 ഡേയ്സ് നമുക്ക് ഈ ട്രാഷിൽ കിടക്കുന്നുണ്ട്. അത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അത് ഡിലീറ്റ് ആയി പോകുമെന്ന് പറയുന്നുണ്ട്. പക്ഷേ നമുക്ക് 30 ഡേയ്സ് വരെ നമുക്ക് കാത്തു നിൽക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഈ ട്രാഷിലൊന്ന് പോയി കഴിഞ്ഞിട്ട് നിങ്ങൾ സെലക്ട് ചെയ്തെല്ലാം ഓക്കെ ആണെങ്കിൽ, വേണ്ടാത്തതാണെങ്കിൽ ഓൾ ഐറ്റംസ് കൊടുത്തിട്ട് നമുക്ക് ഇവിടെ താഴെ ഡിലീറ്റ് ഓപ്ഷൻ കൊടുത്തിട്ട് നമുക്ക് ഡിലീറ്റ് ചെയ്താൽ വിശ്വസിക്കാൻ പറ്റില്ല, അത്രയധികം നിങ്ങൾക്ക് GB ലാഭിക്കാൻ പറ്റുന്നുണ്ട്. ഇനി ഇതിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അത് മാത്രം ഒന്ന് അൺടിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ റീസ്റ്റോർ എന്ന് ബട്ടൺ താഴെ കാണുന്നില്ലേ, അത് കൊടുത്താൽ മതി. ഇത്രയും ഓപ്ഷൻസ് നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന ഗൂഗിൾ ഫയൽസ് ഉണ്ട്. ഇതുവഴി നമുക്ക് വളരെയധികം GB നമുക്ക് ലാഭിക്കാൻ പറ്റും. 100% നിങ്ങൾക്ക് ലാഭിക്കാൻ പറ്റും. ഞാനിത് എൻ്റെ ഫോണിൽ തന്നെ ചെയ്യുന്നതാണ്, അതാണ് ഉറപ്പായിട്ട് പറയുന്നത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞാനിതിന് മുൻപ് ചെയ്ത വീഡിയോസ് ഉണ്ട്, 2-3 വീഡിയോസ് നിങ്ങൾക്ക് ചാനലിൽ കാണാം. അതൊന്ന് നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് 100% തന്നെ നിങ്ങളുടെ ഫോണിലുള്ള സ്റ്റോറേജ് ലാഭിക്കാൻ പറ്റും. യാതൊരു സംശയവും വേണ്ട.
അപ്പോൾ നിങ്ങൾ ട്രാഷിലും കൂടി കയറിയിട്ട് ഡിലീറ്റ് ചെയ്യണമെന്നുള്ള കാര്യം പ്രത്യേകം ഓർക്കുക. ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ഡൗൺലോഡ്സ്, ബ്ലറി ഫയൽസ് ഇതൊക്കെ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പോലും ട്രാഷിൽ കയറിയിട്ട് ഡിലീറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് ആ GB നമുക്ക് ഫോണിൽ സ്പേസ് മാറിയിട്ട് നമുക്ക് കാണിക്കുകയുള്ളൂ. ഈ കാര്യങ്ങൾ ഇപ്പോൾ തന്നെ നിങ്ങളുടെ ഫോണിൽ ഒന്ന് നിങ്ങൾ ചെയ്ത് നോക്കുക. എത്രത്തോളം GB നിങ്ങൾക്ക് ലാഭിക്കാൻ പറ്റി എന്നുള്ളത് നിങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക. ഇത് മാത്രമല്ല, എൻ്റെ ബാക്കിയുള്ള ചാനലുകളിൽ കൊടുത്തിരിക്കുന്ന ഫോൺ സ്റ്റോറേജ് കാലിയാക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് നിങ്ങൾ വാച്ച് ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഫോണിൽ അതൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. ഞാൻ ഈ പറഞ്ഞു തന്നിരിക്കുന്ന രീതിയിൽ ഗൂഗിൾ ഫയൽസിൽ കയറിയിട്ട് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന എന്തെല്ലാമാണോ നമ്മൾ ചെയ്യാൻ പറഞ്ഞത് അത് മൊത്തം നിങ്ങളൊന്ന് ചെയ്തിട്ട് നിങ്ങൾ നോക്കുക എത്രത്തോളം GB നിങ്ങൾക്ക് ലാഭം കിട്ടിയിട്ടുണ്ട് എന്നുള്ളത്. മാത്രമല്ല, ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിരിക്കുന്ന 2-3 ലിങ്കുകളുണ്ട്. ആ ലിങ്ക് കൂടി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും എങ്ങനെയാണ് 100% നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന സ്റ്റോറേജ് ഫുൾ ആവുന്ന പ്രശ്നം പരിഹരിക്കുക എന്നുള്ളത്. ഇതുപോലുള്ള നല്ല നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് എല്ലാ ദിവസവും പോസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താണ് കാണുന്നെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടണും തൊട്ടടുത്തുള്ള ലൈക്ക് ബട്ടണും പിന്നെ എല്ലാ ഫ്രണ്ട്സിലേക്കും ഇപ്പോൾ തന്നെ ഷെയർ ചെയ്തോളൂ. ഇനിയും ഇതുപോലുള്ള നല്ല വീഡിയോസുമായി വരുന്ന അഭിലാഷ് രാഘവ് സൈനിങ് ഔട്ട്.